പരുമല ബലിദാനികളെ അധിക്ഷേപിച്ച സംഭവത്തിൽ സിപിഎം നേതാവ് വൈശാഖനെതിരെ കേസെടുക്കണമെന്ന് മാവേലിക്കര കോടതി. പരുമല പമ്പ കോളേജിൽ എസ്എഫ്ഐ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബിവിപി പ്രവർത്തകരെ അധിക്ഷേപിച്ച സംഭവത്തിലാണ് കോടതി ഉത്തരവ്. വൈശാഖനെതിരെ തെളിവുകളുണ്ടെന്നും മാവേലിക്കര കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, വൈശാഖൻ ബോധപൂർവമായ പരാമർശം തന്നെയാണ് നടത്തിയത് എന്നാണ് കോടതി വിലയിരുത്തൽ. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, 2023 മെയ് 21 സ്വകാര്യ ചാനൽ ചർച്ചയിൽ സിപിഎമ്മിന്റെ പ്രതിനിധിയായി പങ്കെടുക്കവെയാണ് വൈശാഖൻ കൊല്ലപ്പെട്ട എബിവിപി പ്രവർത്തകരെ അധിക്ഷേപിച്ചത്. പരുമല കോളേജിൽ കൊല്ലപ്പെട്ടവർ മദ്യപാനികളായിരുന്നുവെന്നും മോശക്കാരായിരുന്നുവെന്നുമായിരുന്നു വൈശാഖന്റെ പരാമർശം. കൊല്ലപ്പെട്ട ആളുകളെ മോശക്കാരാക്കി ചിത്രീകരിച്ച സിപിഎം നേതാവിനെതിരെ അന്ന് തന്നെ വ്യാപകമായ രീതിയിൽ എതിർപ്പുയർന്നിരുന്നു. തുടർന്ന് കൊല്ലപ്പെട്ട അനുവിന്റെ അച്ഛൻ മാന്നാർ സ്വദേശിയായ PC ശശി അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ മുഖേന സമർപ്പിച്ച ഹർജിയിലാണ് വൈശാഖനെതിരെ കേസെടുക്കണമെന്നും വൈശാഖൻ വിചാരണ നേരിടണമെന്നും മാവേലിക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പരുമല പമ്പ കോളേജിലെ എബിവിപി പ്രവർത്തകരായിരുന്ന 3 പേരുടെ അനു PS, കിം കരുണാകരൻ, സുജിത് എന്നിവരുടെ കൊലപാതകം. ഈ ആക്രമണത്തിനിരയായി മരിച്ച ആളുകളെ വളരെ മോശക്കാരായി ചിത്രീകരിച്ച ഒരു നടപടി തന്നെയാണ് വൈശാഖന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്നും അതുകൊണ്ട് വൈശാഖനെതിരെ കേസെടുക്കണമെന്നുമാണ് മാവേലിക്കര കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. രോഹിണി. ശരി നിഷ. പരുമല ബലിദാനികളെ അധിക്ഷേപിച്ച സംഭവത്തിൽ സിപിഎം നേതാവ് വൈശാഖനെതിരെ കേസെടുക്കണമെന്ന് മാവേലിക്കര കോടതി. പരുമല പമ്പ കോളേജിൽ എസ്എഫ്ഐ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബിവിപി പ്രവർത്തകരെ അധിക്ഷേപിച്ച സംഭവത്തിലാണ് കോടതി ഉത്തരവ്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.